നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഓക്കെ, ഇന്നൊരു ലേശം സീരിയസ് ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് എല്ലാവരും പറയാറുണ്ട് ഞാൻ നെഗറ്റീവ് പറയുന്നില്ല എന്താ ചെയ്യുക, നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ നമുക്ക് പോസിറ്റീവ് ആക്കാം എന്നൊരു മൈൻഡ് സെറ്റാണ് എൻ്റെ എപ്പോഴും. ഓക്കെ, അതിലും ചില പോസിറ്റീവ്സ് ഉണ്ടാവും. അത് എങ്ങനെ നമ്മളത് മനസ്സിലാക്കണം എന്ന തരത്തിലാണ്. നമുക്ക് എന്തെങ്കിലും ലെസൺ കിട്ടിയാൽ പോലും എനിക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലെസൺ നമ്മൾ പഠിച്ച് നമ്മൾക്കതിനെ ബെനിഫിറ്റ് ആക്കി എടുക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാവും എവിടെയെങ്കിലും, നമ്മൾക്കത് ഉപകാരം ഉണ്ടാവും എവിടെയെങ്കിലും, ഈ നെഗറ്റീവ് പോലും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാലേ നിങ്ങൾക്ക് ലൈഫ് നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ കുറേ കാര്യങ്ങൾ ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എനിവേ, നമുക്കിന്ന് ഞാൻ നെഗറ്റീവ് പറയാൻ തീരുമാനിച്ചു. ഓക്കെ, ഹോപ്പ്ഫുള്ളി കാർഡ്സ് വരുന്ന പോലെ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, ലൈക്ക് മാരീഡ് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് വേണ്ടി നോക്കുന്നതായിരിക്കാം റീഡിങ്, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണ് പക്ഷെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന രീതിക്ക് നോക്കുന്നവരായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആണ്, നിങ്ങൾക്കൊരു റിലേഷൻ ഉണ്ട് എന്ന രീതിക്ക്. ഓക്കെ, അപ്പോൾ റൊമാൻറ്റിക് റിലേഷൻ എന്നേ ഞാൻ എടുക്കുന്നുള്ളൂ, അത് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, വേറെ റിലേഷൻഷിപ്പ് ഒന്നുമല്ല ഇവിടെ, റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, എന്താ സൂക്ഷിക്കേണ്ടത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മറക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറയ്ക്കുന്നു എന്നല്ല, അതിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടോ, ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടോ, നിങ്ങൾ എന്താ സൂക്ഷിക്കേണ്ടത്, എന്താണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി നിൽക്കേണ്ടത് എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങൾ എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഞാനത് എങ്ങനെ പറയുമെന്ന് എനിക്കും അറിയില്ല. ഓക്കെ, നമുക്ക് കാർഡ്സ് വരുന്ന പോലെ, എന്നെ യൂണിവേഴ്സ് ഗൈഡ് ചെയ്യുന്ന പോലെ ഞാൻ പറയും. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് എത്താനുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കത് പറയാൻ തോന്നുന്നത്. ഓക്കെ, ചിലപ്പോൾ വല്ല ചെറിയ സിമ്പിൾ വല്ല കാര്യങ്ങളായിരിക്കാം, വലിയ കാര്യങ്ങളൊന്നും ആവണമെന്നില്ല, ചെറിയ ചെറിയ വല്ല കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്താണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്താണ് സൂക്ഷിക്കേണ്ടത് പേഴ്സണിനെ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്താ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നെഗറ്റീവായിട്ട് ഇവിടെ എന്താണുള്ളത്. ഓക്കെ, അതിന് ചില ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ ഞാൻ ശ്രമിക്കാം. ആ നെഗറ്റീവിലും നമുക്ക് പോസിറ്റീവ് ഉണ്ടാവും, ഉറപ്പാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഇത് 3 പൈൽ വെക്കുന്നുണ്ട്. ഞാൻ പൈലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു, ബിക്കോസ് ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ, അധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നെഗറ്റീവാണ് നമ്മൾ ഒന്നാമത് സംസാരിക്കുന്നത്. സോ എനിക്ക് അധികം ഡീറ്റെയിലേക്ക് പോകാൻ എനിക്ക് മനസ്സില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് പൈൽ റെഡ് കാർണീലിയൻ ആണിത്, എൻ്റെ ഫേവറേറ്റ് ആണ്. ഓക്കെ, റെഡ് കാർണീലിയൻ. സെക്കൻഡ് പൈൽ ഇത് ബ്ലാക്ക് ഒബ്സീഡിയനും അങ്ങനെയൊക്കെയാണ്. ചില മൂന്ന് ക്രിസ്റ്റൽസ് ആണ്, ഇത് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ 7 ചക്രയുടെ ബ്രേസ്ലെറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 1, 2, 3. ഓക്കെ, മറക്കോ. ഓക്കെ, ഫസ്റ്റ് പൈലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പൈൽ റെഡ് കാർണീലിയൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നും നെഗറ്റീവ് വരാതിരിക്കട്ടെ എന്നാണ് സത്യമല്ല ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഹിഡൻ മറഞ്ഞിരിക്കുന്ന കാര്യം എന്ന രീതിക്ക് എടുക്കാം അല്ലേ, അതായിരിക്കുമല്ലോ നമ്മൾ സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ അറിയാത്ത കാര്യം എന്താണ് ഇവിടെ നിങ്ങൾ നെഗറ്റീവായിട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഉണ്ടോ, എന്താണ്. എനിക്കിതിന് എന്താ പേര് കൊടുക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല റീഡിങ്ങിന്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ പേഴ്സണിൽ ഉള്ള നെഗറ്റീവ്സ് എന്തെങ്കിലും നമുക്ക് യൂണിവേഴ്സ് എന്താ ഗൈഡൻസ് തരുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പൈൽ റെഡ് കാർണീലിയൻ പൈൽ ചൂസ് ചെയ്തവർക്ക് നമുക്ക് നോക്കാം. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താ സൂക്ഷിക്കേണ്ടത്. സ്ട്രെങ്ത്, 6 of Pentacles, Death, 7 of Pentacles, Hangman. Okay, 5 of Cups, 3 of Swords. ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ മെയിനായിട്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങൾക്കത് അറിയുകയാണെങ്കിൽ ഓക്കെ, അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ഉണ്ട് എന്ന രീതിയിൽ പറയാം. അവർ മാരീഡ് ആയിരിക്കാം, കുട്ടികളുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ 2 സിറ്റുവേഷനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. 2 സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതായത് നിങ്ങളെയും ഒരു ഫാമിലി അല്ലെങ്കിൽ ആ രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന തരത്തിലാണ്. ഓക്കെ,
നിങ്ങൾ എന്തോ ആവാം, നിങ്ങൾ മാരീഡ് ആവാം, നിങ്ങൾ സിംഗിൾ ആവാം, എന്തോ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സണിന് തീർച്ചയായിട്ടും ഒരു ഫാമിലി ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്, തേർഡ് പാർട്ടി ഉള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ പേഴ്സൺ അവിടെ സ്ട്രോങ് ആയിട്ട് ആ മാരേജ് അവരെ ഫാമിലി സൂക്ഷിക്കുന്നുണ്ട്, അതായത് ശ്രദ്ധിക്കുന്നുണ്ട്. ഫാമിലി അവർ സ്ട്രോങ് ആയിട്ട് തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ അവർ എല്ലാ തരത്തിലും അവരതിൽ ഇൻവെസ്റ്റഡ് ആണ് എന്ന് തന്നെ പറയണം. ഓക്കെ, ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയിട്ടുണ്ടാവാം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് സെപ്പറേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട് ആയിരിക്കാം, ഡെത്ത് ആണ് കാണുന്നത്. ഡെത്തിൻ്റെ അടുത്തും നെഗറ്റീവ് ആണ്. സോ ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഈ നഷ്ടത്തിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫീലിംഗ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കും. 4 of Swords ആണ്. സെപ്പറേഷൻ്റെ കാര്യം തന്നെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ നോ കോണ്ടാക്ട് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആ നഷ്ടത്തിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് നിങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടൊരു പ്രോഗ്രസ് ഇല്ല എന്നാണ്. നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു ഹോപ്പ് പറയാൻ തോന്നുന്നില്ല. ഇവിടെ നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിൽ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, 5 of Cups ഉണ്ട്, നിങ്ങൾക്ക് നഷ്ടത്തിൻ്റെ ആ ഒരു ഫീലിംഗ് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, പക്ഷെ ഇവിടെ എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ സ്റ്റക്കാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കാണ്. നിങ്ങളെ വിട്ടുമാറി അവർ പോയിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് ഗ്രോത്തും കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യമാണ് ഇവിടെ എനിക്ക് കാണുന്നത്. എനിക്കറിയാൻ വിഷമമുള്ള സിറ്റുവേഷൻ ആണെന്ന്, പക്ഷേ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഞാനിവിടെ പറയുകയാണ്, ഈ സിറ്റുവേഷൻ മുന്നോട്ടൊരു ഗ്രോത്ത് ഉള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, നിങ്ങളിതിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങളിവിടെ 8 of Swords, നിങ്ങൾ 9 of Swords 8 of Swords ആണ്. നിങ്ങളിതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിതിനെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രെസ് എടുക്കുന്നുണ്ട്, മെൻ്റൽ സ്ട്രെസ് നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ഓക്കെ, നിങ്ങൾക്കതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പക്ഷേ യൂണിവേഴ്സ് പറയുന്ന മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് വന്നിരിക്കുന്ന Ace of Cups ഇവിടെ നിങ്ങൾ സ്വയം അവനവനെ സ്നേഹിക്കുക എന്നാണ്. ഓക്കെ, സെൽഫ് ലവ് നിങ്ങൾ അവനവന് കൊടുക്കുക. നിങ്ങളുടെ കപ്പ് ഓഫ് ലവ് നിങ്ങൾ അവനവന് കൊടുക്കാം. ഓക്കെ, ആ സ്നേഹം നിങ്ങൾ അവനവന് കൊടുക്കുക. കെയർ നിങ്ങൾ അവനവനെ ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ മൂവ് ഓൺ ചെയ്യാനാണ് നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് വരുന്നത്. 6 of Swords ആണ്, മൂവ് ഓൺ ആണ് പറയുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണ്ട. ഓൾറെഡി ഈ സിറ്റുവേഷൻ അവിടെ സ്റ്റാഗ്നൻ്റ് ആണ്, ഇതിൽ മൂവ്മെൻറ്റ് ഇല്ല, ഗ്രോത്ത് ഇല്ല. 7 of Pentacles പറയുമ്പോൾ നമ്മൾ ഗ്രോത്ത് ഇല്ല എന്നുള്ള, ഗ്രോത്ത് വെയിറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ്. പക്ഷെ ഇവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല, സ്റ്റക്കാണിത് സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ആ ഹാർട്ട് പെയിനും വേദനയും ടെൻഷനും നിങ്ങൾക്ക് കിട്ടുന്ന അതാണ്. നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു, സ്ട്രെസ് ടെൻഷൻ ഓൾറെഡി കണ്ടിരുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു പീസ് നോക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരിക. ഓക്കെ, ഈ സിറ്റുവേഷൻ കാരണം അവർ വേറെ ഫാമിലി ഉണ്ട്, അവരത് കെയർ ചെയ്യുന്നുണ്ട്, അവർ ആ ഫാമിലിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഡെത്തിൻ്റെ സിറ്റുവേഷനാണ് കാണുന്നത്. സോ ഇവിടെ ഡെത്ത് ആൻഡ് എല്ലാം പറയുന്നത് ആക്ച്വലി ഒരു നോ ഗ്രോത്ത് സിറ്റുവേഷനാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ഉണ്ടാവാൻ ഇനി ഇവിടെ ഒരു എൻഡിങ് എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യൂ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യൂ എന്ന രീതിയിലാണ്. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്. ഈ പൈലുകാർക്ക് നിങ്ങൾക്ക് വരുന്ന അഡ്വൈസ് ഇതിൽ ഇനി സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക, എക്സ്പെക്ടേഷൻ നിങ്ങൾ വെക്കാതിരിക്കുക എന്ന രീതിക്കാണ്. ഓക്കെ, ഞാൻ ഈ ഡെക്കാണ് എടുക്കാൻ വിചാരിക്കുന്നത്. ഇതിൽ എനിക്കിപ്പോൾ മെസ്സേജ് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതൊന്ന് മാറ്റും കേട്ടോ, ക്ഷമിക്കണേ. എനിക്ക് വേണ്ട രീതിയിലുള്ള മെസ്സേജ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല തോന്നിയാൽ ഞാൻ ഈ ഡെക്കൊന്ന് ചേഞ്ച് ചെയ്യും. നോക്കട്ടെ, ഇത് എടുത്തിട്ട്. ഓക്കെ, കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു അല്ലേ? യെസ്, ഓക്കെ ഓക്കെ കുറച്ച് പറയാൻ പറ്റും. ഓക്കെ, വിരോധമില്ല. ഓക്കെ, ഇവിടെ അൺമാർക്ക്ഡ് ട്രയൽ റിവലേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടാവും അല്ലേ? ആ പ്രതീക്ഷയിൽ അതിൽ കാര്യമില്ല എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇതിന് ഫ്യൂച്ചർ ഇല്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി വരും ഇനി മുന്നോട്ട്. ഓക്കെ, ആൻഡ് റൈറ്റ് യൂസ് ഓഫ് പവർ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈഗോയിസ്റ്റിക് വ്യക്തി ആയിരിക്കാം. ഓക്കെ, അവർ നിങ്ങളോട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോടും ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കുക, അതായത് നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് വരാം.
ഓക്കെ, നിങ്ങൾ സ്വന്തം പവർ പക്ഷെ നിങ്ങളെ ബെറ്റർ ആക്കാൻ യൂസ് ചെയ്യുക. വേറെ അവരെ നമ്മളൊന്നും ചെയ്യാനൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ അവനവനെ ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് പവർ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ പവർ ഉണ്ട്. നിങ്ങളൊരു എംപറർ ലെവലിലാണ്, നിങ്ങൾ എംപറർ എംപ്രസ് ലെവലിലാണ് നിങ്ങൾ. ഓക്കെ, ആ പവർ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. പ്രിപ്പറേഷൻസ് കം ടു ഫ്രൂഷൻ എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇതിവിടെ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഫലങ്ങൾ കിട്ടും എന്ന രീതിയിൽ. ആക്ച്വലി ഇവിടെ നമുക്ക് ഫലമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് റിസൾട്ട് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റിംഗ് ഫോർ, ഇത് ശരിക്കും നമ്മുടെ ഒറിജിനൽ ടാരോയിലൊക്കെ പറയുന്ന ആ ഒരു ഫ്രൂട്ട് കിട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് തിരിച്ച് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒന്നും കിട്ടില്ല എന്ന രീതിക്കാണ്. മേ ബി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അതിനൊരു റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാൻ. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് വളരെ ഓണസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാണ്, ഇതിൽ ഈ സിറ്റുവേഷനിൽ നിങ്ങളിത് നോക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്യൂച്ചർ മേ ബി. പക്ഷേ ഞാൻ അങ്ങനെ 100% ഞാൻ എഴുതിയൊന്നും പറയുന്നില്ല. യൂണിവേഴ്സിൻ്റെ കയ്യിലാണ് ചില കാര്യങ്ങൾ മാറ്റാൻ. ഒരു സെക്കൻഡ് മതി യൂണിവേഴ്സിന്. പക്ഷെ ഇവിടെ കാണുന്നത് നിങ്ങളോട് മോൺ ചെയ്യാനുള്ള ഒരു അഡ്വൈസാണ്. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാം. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ 57, 12 അല്ലേ? 12, 8, 42 എന്ന് പറയുമ്പോൾ 6. ഓക്കെ, 57, 42, 8, 6 അതൊക്കെ ആവാം നിങ്ങളുടെ നമ്പേഴ്സ്. ഓക്കെ, എന്തായാലും ഇവിടെ നെഗറ്റീവ് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ഹോപ്പ് വെച്ചിരിക്കുന്നുണ്ട്, അത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, മോൺ ചെയ്യാം, നിങ്ങൾ മോൺ ചെയ്യാം എന്ന രീതിക്കാണ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഒരു ആൻസർ വന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, പക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദാറ്റ് ഈ ഇങ്ങനെ ഒരു യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ മുന്നോട്ട് പോവാം, നിങ്ങളുടെ നല്ലത് നിങ്ങൾക്ക് വരുമെന്നാണ്. നിങ്ങൾക്ക് നല്ലത് വരാനുള്ളത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, നിങ്ങൾ റോങ് സ്ഥലത്താണ് നിങ്ങളുടെ എഫേർട്ട് ഇടുന്നത് എന്ന രീതിക്കാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക് ഈ നെഗറ്റീവിലും നിങ്ങൾക്കൊരു പോസിറ്റീവ് ഉണ്ട്. നിങ്ങൾക്ക് വേറെ നിങ്ങൾക്കായിട്ടുള്ള ബ്ലെസ്സിങ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ ഒരു നഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും നിങ്ങൾ അതിൽ ശരിക്കും പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേറെ നല്ല ഓപ്പർച്യൂണിറ്റി വരാനുള്ളതിലേക്ക് നിങ്ങൾ ശ്രദ്ധ പോകുന്നില്ല നിങ്ങളുടെ, അല്ലേ? അപ്പോൾ അത് വേസ്റ്റ് അല്ലേ? നിങ്ങൾ ആ ലൈഫ് വേസ്റ്റ് അല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഓക്കെ, വിട്ട് കളയാൻ ബുദ്ധിമുട്ടാണ് എനിക്കറിയാം, പക്ഷേ ശ്രമിക്കാം. ഓക്കെ, സെക്കൻഡ് പയൽകാർക്ക് ഇവിടെ എന്താണ്? നമ്മുടെ ബ്ലാക്ക് ക്രിസ്റ്റൽസ് ചൂസ് ചെയ്തവർക്ക്, പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ഉള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരണം എന്ന് എൻ്റെ മൈൻഡിൽ ഒട്ടുമില്ല. പക്ഷെ എന്ത് കണ്ടാലും ഇന്ന് ഞാൻ അറുത്തു മുറിച്ച് ഞാൻ പറയുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് പൈൽ 2-ന്റെ മെസ്സേജസ് നോക്കാം, എന്താണ് വരാൻ പോകുന്നത്. സെക്കൻഡ് പൈൽകാർക്ക് എന്താണ് നിങ്ങൾക്ക് വരുന്ന മെസ്സേജ്? Magician, 5 of Swords, Temperance, 3 of Pentacles, and Knight of Wands, Wheel of Fortune. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വേറെ ആരോ ഇടയിലുണ്ട് എന്ന് വെച്ചാൽ അത് തേർഡ് പാർട്ടി എന്ന് വിളിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ആവാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് എനിക്കൊരു നെഗറ്റീവായിട്ടല്ല ഫീൽ ചെയ്യുന്നത്, താങ്ക് ഗോഡ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തല്ല, പക്ഷെ ഇവിടെ വേറെ ആരൊക്കെയോ ഇൻവോൾവ് ആണ്. ഇതിലും 3 ആൾക്കാരുണ്ട്, പുറമേയുള്ള ആൾക്കാർ എന്ന രീതിയിൽ ഇവിടെയും 3 ആൾക്കാരുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു 6 of Pentacles ആൻഡ് ഓക്കെ 6 of Pentaclesഉം നമ്മൾ ഓക്കെ. ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കേടുവരുത്താൻ വേറെ ആരോ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, ഓക്കെ, നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളോ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആക്കുന്നത് വേറെ ആൾക്കാരാണ്. ഓക്കെ, അത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, രണ്ടുമാവാം. ഓക്കെ, ഒരു മജീഷ്യൻ എന്നും കാണുന്നുണ്ട്. സോ ആരോ നിങ്ങളുടെ മുമ്പിൽ ഒരു ലൈക്ക് മജീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാജിക് കാണിക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ നല്ലതായിട്ട് നിന്ന് പക്ഷെ പിന്നിൽ ഒരു നിങ്ങളെ ചതിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ചീറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു കാര്യം ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്, അവരോട് നെഗറ്റീവ് പറയുക, അവരോട് നിങ്ങളെക്കുറിച്ച് വല്ലതും ഇല്ലാത്തത് പറയുക, അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് അവരെക്കുറിച്ച് എന്തെങ്കിലും പറയുക, ഗോസിപ്പായിരിക്കാം. ഓക്കെ, ഗോസിപ്പോ കാര്യങ്ങളോ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, എങ്ങനെയെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുക.
ഓക്കെ, ആ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണിന് പക്ഷേ നിങ്ങളോട് സ്നേഹമുള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. നൈറ്റ് ഓഫ് വാൻസും ഇവിടെ പേജ് ഓഫ് കപ്സും ഉണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിന് എവിടെ ഫീലിങ്സ് ഉള്ളതായിട്ടൊക്കെയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് വരാൻ, ഓക്കെ, ഒരു ബാലൻസ് വരാൻ സാധിക്കുന്നില്ല. ബിക്കോസ് മേ ബി ഈ ഒരു വാക്കുകൾ മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് പ്രോബ്ലി നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു സ്ട്രെസ് കാര്യങ്ങൾ എന്ന രീതിക്കുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വളരെ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. ഓക്കെ, നിങ്ങളോട് കമ്മിറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഫൈനാൻഷ്യൽ ലോസ് വല്ല നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവാം, ടവർ കാർഡ് ഉണ്ട് അവിടെ. ഓക്കെ, അങ്ങനെ വല്ലതുമായിരിക്കാം. പക്ഷെ ചിലവർക്ക് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇന്റർഫിയറൻസ് കാരണമാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് ഇവിടെ പറയുന്നത്, നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ പേഴ്സണുമായിട്ട് എങ്ങനെയെങ്കിലും സംസാരിച്ചിട്ടോ കാര്യങ്ങൾ ക്ലിയർ ആക്കാനോ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുക. ടെമ്പറൻസ് ആണ്, ബാലൻസ് വരും നിങ്ങൾ തമ്മിൽ. ഓക്കെ, പക്ഷേ അതിൻ്റെ ഇടയിൽ ഇവിടെ ആരോ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത് ആരായാലും ശരി, നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിങ്ങളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സണാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ചെയ്യാൻ അവിടെ. എന്നാലും ഇവിടെ ആക്ച്വലി ഫെയ്റ്റിൻ്റെ കാർഡുണ്ട്, യൂണിവേഴ്സിൻ്റെ സമയത്തിൻ്റെ കാര്യമുണ്ട്. നിങ്ങളുടെ പേഴ്സണും അത് മനസ്സിലാക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും സിറ്റുവേഷൻ മനസ്സിലാക്കും. നിങ്ങൾ തമ്മിൽ ഒരു മാറ്റം വരും, സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരും. ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇവിടെ തെറ്റില്ല. ഓക്കെ, ഫോൾട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തല്ല. പക്ഷേ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ പക്ഷേ വീണ്ടും ഒരു ഫോർവേഡ് ഒരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. കാര്യങ്ങൾ ബെറ്റർ ആവും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഇതൊരു ടെമ്പററി ഫേസ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ചില ആരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ട് നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വരുന്ന പോലെ. ഓക്കെ, ലെറ്റ്സ് സീ. എന്തെങ്കിലും ഒരു 2 കാർഡ് കൂടി ഗൈഡൻസ് ആയിട്ട്. ക്വീൻ ഓഫ് കപ്സ്, യെസ്. ജസ്റ്റിസ്, യെസ്, തീർച്ചയായിട്ടും. 10 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. വെരി ഗുഡ്, വെരി വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സമാധാനമുണ്ട്. എനിക്ക് നെഗറ്റീവ് കാണാത്തപ്പോൾ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പുറമേ നിന്ന് ഉള്ള ഇൻ്റർഫിയറൻസ് ആണ്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരും. ഓക്കെ, ജസ്റ്റിസ് യൂണിവേഴ്സ് ചെയ്യും. ഓക്കെ, സിറ്റുവേഷൻ മാറി വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ജസ്റ്റിസ് നിങ്ങൾക്ക് വരും. ആക്ച്വലി നിങ്ങളുടെ ഫാമിലി വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ഒരു ഫാമിലി പോലെ ആവാനുള്ള സാധ്യത അടക്കം കാണുന്നുണ്ട്. മേ ബി ഒരു മാരേജ് സിറ്റുവേഷൻ, നേരത്തെ ഞാൻ ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മാരേജ് കമ്മിറ്റ്മെൻറ്റ് ഓഫർ നിങ്ങൾക്ക് വരും പിന്നീട്. ഓക്കെ, എന്തായാലും ഇവിടെ നെഗറ്റീവായിട്ട് ഇവിടെ പറയാനുള്ളത് നിങ്ങൾ ആരെയും സൂക്ഷിക്കാനുണ്ട് എന്നാണ്. ഓക്കെ, നെഗറ്റീവായിട്ട്, അതായത് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ആരോ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കേടുവരുത്താൻ ശ്രമിക്കുന്ന, അതിപ്പോൾ ആരും ആവാം കേട്ടോ, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ലൈക്ക് എന്തും ആവാം. കാരണം 2 കാർഡിലും നമുക്ക് 3 കാണുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആണ്. പക്ഷേ റിലേഷൻഷിപ്പ് അല്ല, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളല്ല, ഡെഫിനറ്റ്ലി അല്ല. ഇതൊരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി നിങ്ങളെ മാരേജ് ചെയ്യേണ്ട എന്ന രീതിയിലോ ഇൻ്റർഫിയറൻസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ അതാണ് നിങ്ങൾ അറിയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അതാണ് ഇവിടെ. നിങ്ങൾ പേഴ്സണെ തെറ്റിദ്ധരിക്കേണ്ട. ഓക്കെ, ലെറ്റ്സ് സീ അഡ്വൈസ് ആയിട്ട് എന്താ വരുന്നത് നോക്കാം. ടൈഡി ഹൗസ്, ക്ലാരിറ്റി ആൻഡ് ഓർഗനൈസേഷൻ, ഫോളിംഗ് ഏഞ്ചൽ, ഫെയ്റ്റ് വീണ്ടും ഉണ്ട്. നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡാണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ തിരിഞ്ഞു വരും, സമയം മാറി വരും. ഓക്കെ, ചേഞ്ചസ് വരും. ഇവിടെ എനിക്ക് കാണുന്ന ഒന്ന്, നിങ്ങൾ ആക്ച്വലി ടൈഡി ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീടിനെ വൃത്തിയാക്കുക എന്ന രീതിയിലാണ്. പക്ഷെ ഇവിടെ വീടല്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ആരാണ്, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നത് ആരെയാണ്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഓക്കെ, ആരോ നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ടാണ് എനിക്ക്. അത് ആക്ച്വലി ഇവിടെ ട്രാൻസ്പേഴ്സണൽ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു തരം ലൈക്ക് ഡെവിളിഷ് എനർജി എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മജീഷ്യൻ കാർഡ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എവിടെയും ഒരു ഡെവിളിഷ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ മജീഷ്യൻ്റെ കാർഡ് നിങ്ങൾ വളരെ നമ്മൾ എന്താ പറയുക നെഗറ്റീവ് വേയിൽ എടുക്കും. ഓക്കെ, ആൻഡ് സ്പിരിച്വൽ നാക്രോലെപ്സി ഉണ്ട്. ഇതിൽ ഫോളിങ് ഏഞ്ചൽ ആണ് എന്ന് വെച്ചാൽ സ്പിരിച്വൽ. ഓക്കെ 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 മജീഷ്യൻ എന്ന് പറയുമ്പോഴും യെസ്, നമുക്കത് കണക്ട് ചെയ്യാം. ഞാനൊന്നിങ്ങനെ പറയാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ പറഞ്ഞു തരേണ്ടത്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് പോകുന്ന, അതായത് ചില സ്പിരിച്വൽ ഗുരുക്കളായിരിക്കാം. ഓക്കെ, അത് ഏത്, ഞാൻ ആരെയും പറഞ്ഞു ഇവിടെ ഒന്നും നെഗറ്റീവ് ഇതാക്കാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ പറയുന്ന ഏതെങ്കിലും ജ്യോത്സ്യർ അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ എന്ത് കാര്യങ്ങളായാലും ശരി, നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം.
പക്ഷെ അവർ ചെയ്യുന്നത് അവിടെ നെഗറ്റീവാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഫാമിലി ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങൾ തമ്മിൽ ഒന്നിക്കരുത് എന്ന രീതിയിൽ ആരോ സ്പിരിച്വൽ കാര്യങ്ങൾ നിങ്ങളുടെ അഗെയിൻസ്റ്റ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് മാജിക് പോലത്തെ കാര്യങ്ങൾ എന്ന് പറയാം. ഇത് രണ്ടും കാണുമ്പോൾ എനിക്ക് മജീഷ്യനൊക്കെ കൂടെ കണ്ടപ്പോൾ യെസ്, ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ മേ ബി നിങ്ങളെ തമ്മിൽ അകറ്റാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അത് ചെയ്യുന്നത് എവിടെയോ സ്പിരിച്വൽ നെക്രോലെപ്സി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്പിരിച്വൽ നെഗറ്റിവിറ്റി അതായിട്ട് എടുക്കാം, നമുക്ക് നെഗറ്റീവ് ആൾക്കാരായിട്ട് എടുക്കാം, നമുക്ക് നെഗറ്റീവ് ഈഗോ ഉള്ള ആൾക്കാർ. ഈ സ്പിരിച്വാലിറ്റി കുറച്ച് തലയിൽ കയറി കഴിഞ്ഞാൽ ഒരു ഈഗോ, അതിൻ്റെ ഒരു ഈഗോ വരും, അത് നല്ലതല്ല അത്രയ്ക്ക്. ഓക്കെ, അതും അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ആരെങ്കിലും ആയിരിക്കാം. നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വളരെ സ്പിരിച്വലായിട്ട് ദൈവഭക്തിയോടെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, പക്ഷെ പിന്നിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരായിരിക്കും. സൂക്ഷിക്കുക, ആരുടെ അടുത്താണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, ഒന്ന് ആലോചിക്കുക, ശ്രദ്ധിക്കുക, നിങ്ങളൊന്ന് ക്ലീൻ ഔട്ട് ചെയ്യുക. ആരുടെ അടുത്ത് നിന്നാണ് നിങ്ങൾ അകൽച്ച വെക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതെല്ലാവർക്കും മാച്ച് ആവുമെന്ന് അറിയില്ല, ബട്ട് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് എവിടെയോ നിങ്ങൾക്ക് റിലേറ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ എന്തോ തരത്തിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അകറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഫേറ്റ്സ് ഉണ്ട്, വിധി എന്നൊക്കെ പറയാം, നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാര്യം പറയാം. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ തിരിഞ്ഞു വരും എന്നൊക്കെ നമുക്ക് ഒരു ഇതൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നമ്പേഴ്സ് സമയം മാറി വരും എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ, സോറി. നമ്പേഴ്സ് 1, 60, അപ്പോൾ 6 ആവാം, 19, അപ്പോൾ 10 ആൻഡ് 1 അഗെയിൻ 1, 1 ഒരു പുതിയ തുടക്കം വരും. ഓക്കെ, നിങ്ങൾക്ക് മാറ്റം വരും എന്ന് പറയാം. 14, 9, 13 അല്ലേ, 13, അപ്പോൾ 13 ആവാം, 49 ആവാം, 13 ആവാം, 4 ആവാം. ഓക്കെ, ഇതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് മാച്ച് ആവാം. ഓക്കെ, സോ സെക്കൻഡ് പൈലുകാരൊന്ന് സൂക്ഷിക്കുക, നിങ്ങൾ ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഫാമിലി ആയാൽ പോലും, ക്ലോസ് ഫാമിലി ആയാൽ പോലും നിങ്ങളെ അകറ്റാനോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാക്കാനോ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതാണ് ഇവിടെ വന്നത്. ഓക്കെ, ഐ തിങ്ക് റീഡിങ് ഒരു രസമുണ്ട് അല്ലേ, കുറച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ തേർഡ് പൈലിലേക്ക് പോവാം. തേർഡ് പൈൽ 7 ചക്ര ബ്രേസ്ലെറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തവർക്ക്. ഓക്കെ, തേർഡ് പൈലിൻ്റെ നിങ്ങൾക്ക് എന്താ മെസ്സേജ് വരുന്നത് നോക്കാം. അതായത് നിങ്ങളുടെ സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് അറിയാനുള്ളത്, എന്താ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഇവിടെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ എന്താ ഉള്ളത് നോക്കാം. ഓക്കെ, ദ മൂൺ, വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വേറെന്താ മെസ്സേജ് വരുന്നത്? ക്വീൻ ഓഫ് കപ്സ്, 5 പെൻറ്റിക്കിൾസ്, ഫുൾ കാർഡ്, 4 ഓഫ് കപ്സ്, 6 ഓഫ് വാൻഡ്സ്, എംപ്രസ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ടാവും. ഓക്കെ, എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെ, അവർക്ക് നിങ്ങളോടൊരു താല്പര്യം ഇല്ലാത്ത പോലെ. ഓക്കെ, ആക്ച്വലി മറച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മൂൺ കാരണമാണ്. നിങ്ങളുടെ പേഴ്സൺ ഒന്നും അധികം എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല, പലതും പറയുന്നില്ല, മറക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, അവർക്ക് നിങ്ങളോടൊരു താല്പര്യം ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർക്ക് ഒട്ടും നിങ്ങളോട് താല്പര്യം ഇല്ല എന്ന രീതിയിൽ. ഓക്കെ, സോറി. നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കെയർ സ്നേഹമൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിന്. ഓക്കെ, പക്ഷെ അവർ മേ ബി നിങ്ങളെ വിട്ടു പോയിട്ടും ഉണ്ടാവാം, വിട്ട് മാറിപ്പോയിട്ടും ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വളരെ എമോഷണൽ ആയിരിക്കാം. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ സമയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്ന് ക്ലാരിഫിക്കേഷൻ എടുക്കട്ടെ എന്നിട്ട് പറയാം. ചാരിയറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ചീറ്റിംഗ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു ചീറ്റിംഗ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് കപ്പിളായിരിക്കാം. ഓക്കെ, നിങ്ങളിത് കാണുന്നവർ നിങ്ങൾ ഓൾറെഡി മാരീഡ്, നിങ്ങൾക്ക് ഫാമിലി കുട്ടികൾ ഉള്ളവരായിരിക്കും. ഇത് കൂടുതലും എനിക്ക് അങ്ങനത്തെ ഒരു പൈലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോടോ നിങ്ങൾക്ക് വളരെയധികം സ്നേഹമായിരുന്നു, നിങ്ങൾ ഒരുപാട് അവർക്ക് സ്നേഹം കൊടുത്ത രീതിയിൽ തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ,
പക്ഷെ നിങ്ങളുടെ മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം മൂവ് ഓൺ ചെയ്ത് പോയത്. ഇവിടെ ഫുൾ കാർഡ് ഹസ്ബൻഡ് എന്നല്ല, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് രണ്ടും ആയിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു വിട്ടുപോകല്, അതായത് നമ്മളൊന്ന് വിട്ടുപോയി എന്ന രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ വിട്ടുപോയി എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഫുൾ കാർഡ് ഓൾറെഡി കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് അവർ ഒന്നുമില്ലെങ്കിൽ വിട്ടുപോയി, അല്ലെങ്കിൽ അവരുടെ ലൈഫ് പുതിയതായിട്ട് അവർ മൂവ് ഓൺ ചെയ്തു എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇവിടെയും ചാരിറ്റും അത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വേറൊരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയതായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ വിട്ട് വേറെ സിറ്റുവേഷനിലേക്ക് മൂവ് ഓൺ ചെയ്ത് കാണാം. ഓക്കെ, അവർ വേറൊരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. 7 ഓഫ് സോർട്സും 3ഉം 2ഉം നമുക്ക് പറയുന്നത് ഹിഡൻ കാര്യങ്ങൾ എന്ന രീതിയിലാണ്. ഓക്കെ, ചില കാര്യങ്ങൾ മറിഞ്ഞിരുന്നു എന്നാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാണ് നിങ്ങൾ അറിയാനുള്ളത് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, ഈവൻ വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, നിങ്ങൾ ജസ്റ്റ് സിംഗിൾ ആയിരുന്നു, വേറെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, അവർ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ കാണുന്നത് അതിന് അവർ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയതായിട്ടാണ് കാണുന്നത്, ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിട്ടാണ് കാണുന്നത്. ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഒരു ചീറ്റിംഗ്, ചില കാര്യങ്ങൾ മറിഞ്ഞിരുന്നു, ഹിഡൻ ആണ് എന്ന രീതിക്കാണ്. ഓക്കെ, എവിടെയോ ഐ തിങ്ക് മേ ബി യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണിപ്പോൾ ദറ്റ് ഇങ്ങനെ ചില സത്യാവസ്ഥകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കാം. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ അവിടെ അങ്ങോട്ട് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് അങ്ങോട്ട് അവർക്ക് കെയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ പേഴ്സൺ ഐ തിങ്ക് ഇവിടുന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ വിട്ടു പോയ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു നിങ്ങളെ വിട്ടുപോയി എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിൽ, പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ ഇതാണ്, അവർ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതിലേക്ക് നിങ്ങളുടെ അടുത്ത് അത് ഓൾറെഡി നിങ്ങളെ ചീറ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അവർ മേ ബി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ആ തേർഡ് പാർട്ടിയുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളത് എന്നാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പം അവർക്ക് അവരുടെ ലൈഫിൽ വേറെ ആളുണ്ട് എന്ന് പറയാം. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെ ആളുണ്ട്. നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് ഓക്കെ, കൺഫ്യൂഷൻ ആണ് കാണുന്നത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ സമയമാണ്. കൺഫ്യൂഷൻ അല്ല, അതായത് നിങ്ങൾ ഇവിടെ കാണുന്നത് എനിക്ക് നിങ്ങളൊരു കുറച്ച് സൈലൻ്റ് ആയിട്ട് പോയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഐ തിങ്ക് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനുണ്ട് ഈ സിറ്റുവേഷനിൽ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡിസിഷൻ ഐ തിങ്ക് നിങ്ങൾ എടുക്കാനുണ്ട്. നിങ്ങളായിരിക്കും ഇപ്പോൾ ഫാമിലി മാനേജ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അവർ മൂവ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്താ പോയതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ കാരണം മൂണുണ്ട് ഇവിടെ, ചില കാര്യങ്ങൾ അവർ മറച്ചിട്ടായിരിക്കും ചെയ്തത്. ഓക്കെ, അവർ മറച്ചിട്ടായിരിക്കും എല്ലാം ചെയ്തത്, സീക്രട്ട് ആയിട്ടായിരിക്കും ചെയ്തതൊക്കെ. ഓക്കെ, പക്ഷെ അവർ പോയിട്ടുള്ളത് ഇപ്പോൾ തേർഡ് പാർട്ടി അടുത്തേക്കാണ് പോയിട്ടുള്ള, ഒരു വേറെ റിലേഷൻഷിപ്പിലേക്കാണ് അവർ പോയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് ആയിട്ട് ഓക്കെ, ഇതിവിടെ ലോസ് ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് കാണുന്നത്. യെസ്, നിങ്ങളുടെ പേഴ്സണിന് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ അവർ പ്ലാൻ ചെയ്തിട്ടാണ് ആക്ച്വലി നിങ്ങളുടെ അടുത്ത് പോയത്. ഓക്കെ, അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ പ്ലാനിങ്ങിൻ്റെ കാര്യമാണ് ഇത് പറയാം. തേർഡ് പാർട്ടി എന്നും പറയാം. 3 ഓഫ് വൺസ് ആണ്. അവർ പ്ലാൻ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സ്റ്റക്കാക്കി. ഇവിടെ ആക്ച്വലി നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ട്. ആൻഡ് അവർ വേറെ ഓപ്ഷൻ തേടിപ്പോയി എന്ന് പറയാം. വേറെ ഓപ്ഷൻസ് അവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് ഉണ്ട്. സോ യൂണിവേഴ്സായിട്ടൊരു ജഡ്ജ്മെൻറ്റ് ഇതിനെ ചെയ്യും. ഓക്കെ, ജഡ്ജ്മെൻറ്റ് ഇതിൽ കൊണ്ടുവരും. പക്ഷെ അതിന് സമയത്തിന് വേണ്ടി ഐ തിങ്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു സമയം വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടാവും എന്താ എൻ്റെ പേഴ്സണിനെ വിട്ട് പോയത്, എന്താ പറ്റിയത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ സംഭവം ഇതാണ്. ഓക്കെ, അവർ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയി എന്ന രീതിയിലാണ്. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് ഒരു ജഡ്ജ്മെൻ്റ് ആണ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് കാണുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് ഇവിടെ ചെയ്യും. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ആ ജഡ്ജ്മെൻറ്റ് ടൈമിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ തൽക്കാലം ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരും എന്ന് തോന്നി എനിക്ക്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം വരും. ഓക്കെ, ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കാണ് ഇതിൽ. ഓക്കെ, ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന രീതിയിൽ ഞാനിപ്പോൾ അധികം പറയുന്നില്ല. എന്തായാലും ഒരു സമയം, യൂണിവേഴ്സിൻ്റെ ഒരു സമയം വരും ഈ കാര്യത്തിനൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുന്ന, അതായത് യൂണിവേഴ്സിൻ്റെ ഒരു ന്യായം എന്ന് പറയില്ലേ, ആ ന്യായം വരുന്ന ഒരു സമയം വരും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് പക്ഷേ എന്ത് നടക്കും എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണം ഐ തിങ്ക് നിങ്ങൾ തീരുമാനിക്കാനുണ്ട് ഇവിടെ. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണും ജഡ്ജ്മെൻറ്റും. ഓക്കെ, ഇവിടെയും ഒരു തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടിയുടെ അടുത്തേക്കാണ് എന്നാണ്. ഓക്കെ,
ലെറ്റ്സ് സീ. ഇന്ന് നമ്മൾ മാക്സിമം നെഗറ്റീവ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ റീഡിങ്സ്. സോ യൂണിവേഴ്സ് എന്തൊക്കെയോ കാണിച്ചു തരുന്നുണ്ട്, നമുക്കൊന്നും അത് ആക്സെപ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ നോക്കണം, നിങ്ങൾ നോക്കണം. ഓക്കെ, ഡിസോൺഡ് സെൽഫ്, ഇൻസ്പിറേഷൻ, ഇന്റൻഷനാലിറ്റി. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് അഗെയിൻ ഐ തിങ്ക് ഫസ്റ്റ് പൈൽക്കാർക്കും കുറച്ച് സിമിലർ ആയിരുന്നു, വേണമെങ്കിൽ അത് പോയി കണ്ടോളൂ നിങ്ങൾ. ഓക്കെ, ഫസ്റ്റ് പൈലിലും ഇത് വന്നിരുന്നു. നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ വരിക. ഓക്കെ, ആക്ച്വലി ഇത് എംപററിൻ്റെ ഒരു കാർഡാണ്. സോ അതാണ് ഞാൻ മാരീഡ് എന്ന് പറഞ്ഞത് നമുക്കിവിടെ മാച്ചായി തോന്നുന്നുണ്ട്. ഹസ്ബൻഡ് വൈഫ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, എംപറർ എംപ്രസ് എന്ന്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ വരിക. ഓക്കെ, നിങ്ങൾ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ട്, പക്ഷെ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ വിട്ട് കളയാതിരിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആ ഒരു പവറിലേക്ക് നിങ്ങൾ വരിക. ഓക്കെ, വേറൊരാൾ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ ആദ്യം അവനവനെ ചൂസ് ചെയ്യണം. ഓക്കെ, ഡിസോൺഡ് സെൽഫാണ്. അതായത് മറ്റൊരാൾ നമ്മളെ പോയില്ല എന്നുള്ളത് നമുക്ക് അത് ഏത് ജീവിതകാലത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളിത് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നായാലും എല്ലാവരും നമ്മളെ വിട്ടുപോകും. ഓക്കെ, പക്ഷെ നിങ്ങൾ ആദ്യം നിങ്ങൾ അവനവൻ്റെ കൂടെ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കൂ. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ കൂടെ ഉണ്ടോ, നിങ്ങൾ അവനവനെ സ്നേഹിക്കുന്നുണ്ടോ, അവനവനെ വാല്യൂ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അത് ആലോചിക്കൂ ആദ്യം ഫസ്റ്റ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇൻസ്പിറേഷൻ, മ്യൂസിക് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ ചില കഴിവുകൾ ഉണ്ടാവും, അത് നിങ്ങൾ തിരിച്ചറിയുക, അതിനെ യൂസ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, നിങ്ങൾ അവനവനെ തന്നെ, ആക്ച്വലി ഇത് സ്പിരിച്വലിൻ്റെ കാർഡ് കൂടിയാണ്. 3-3 ആണ് നമ്പർ. ഓക്കെ, 3-3 പറയുമ്പോൾ നമ്മളെപ്പോഴും 3-3-3 ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ഗ്രോത്തിലേക്കാണ് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്പിരിച്വൽ, ഇതും നമ്മൾ തേർഡ് ഐ എന്ന് പറയാം. ഐ ഓഫ് ദ നീഡിൽ, ഇന്റൻഷനാലിറ്റി. ഒന്ന് നമ്മുടെ സൈക്കിക് എബിലിറ്റി എന്ന് പറയാം. ഓക്കെ, നമ്മുടെ സ്പിരിച്വൽ എബിലിറ്റി എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആര് നിങ്ങളെ വിട്ടുപോയാലും ശരി, നിങ്ങൾ ആദ്യം പക്ഷെ അവനവനെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ ഒരിക്കലും കരുതരുത് എനിക്ക് എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് എന്നെ വിട്ടുപോയത് എന്ന രീതിക്ക് ചിന്തിക്കരുത്. അവർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കർമ്മ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കുക. ആൻഡ് എനിക്ക് കുറച്ച് പറയാൻ തോന്നുന്നത് ഇവിടെ നിങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടി ഗ്രോ ചെയ്യാൻ ശ്രമിക്കൂ എന്ന രീതിയിൽ. ഓക്കെ, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ തീരുമാനം എടുക്കുക, ഇനി നിങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകണേ എന്ന രീതിയിൽ. ഐ ഓഫ് ദ നീഡിൽ പറയുമ്പോൾ എന്താ, നമ്മളൊരു സൂചിയിൽ 100 നൂല് കോർക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫോക്കസ് കൊടുത്ത് വേണം ചെയ്യാൻ, അല്ലേ? അപ്പോൾ അതുപോലെ നിങ്ങൾ ഫോക്കസ് കൊടുത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിച്ച് അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആ സ്ട്രെങ്ത് നിങ്ങൾ യൂസ് ചെയ്യൂ, നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ വരും. ഓക്കെ, വിട്ടുപോയ ഒരു പൊക്കോട്ടെ എന്ന് വയ്ക്കാം. ഓക്കെ, അത് അത്ര എളുപ്പമല്ല എനിക്കറിയാം, എന്നാലും ഓക്കെ, എന്തായാലും ഇവിടെ വന്നത് അങ്ങനെയാണ് ഇന്നത്തെ റീഡിങ്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ ഇൻസ്പിറേഷനൊക്കെ യൂസ് ചെയ്ത് ഐ തിങ്ക് നിങ്ങൾക്ക് മ്യൂസിക്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ 46 ആണ്. സോ 10, 1, 33 ഉണ്ട്. സോ 3, 6 ആവാം. 17 ഉണ്ട്, 8 ആൻഡ് ഇവിടെയും 8 ആയിരുന്നു. സോ നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ വരിക എന്തായാലും. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ആ പോയവർക്ക് അത് അവരുടെ കർമ്മ, അതാണ് നമ്മൾ നേരത്തെ ജഡ്ജ്മെൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവർക്ക് അതിൻ്റെ കർമ്മ അവർക്ക് കിട്ടിക്കോളും. ഓക്കെ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തൽക്കാലം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണം, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും. എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചാലും, എന്ത് തന്നെ നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനെല്ലാം നമുക്ക് മറികടക്കാൻ നമ്മുടെ കയ്യിൽ വഴികൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഓക്കെ, നമ്മൾ സ്ട്രോങ് ആവണം, പക്ഷെ അതാണ് വേണ്ടത്. ആൻഡ് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.